ഓക്കെ. കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. എനിക്കിപ്പോ കുറച്ച് ഇവരോടെല്ലാം സംസാരിച്ചതിലൂടെ എനിക്ക് മനസ്സിലായി കുറെ പേർക്കൊക്കെ ഇത് ഒരു കൺഫ്യൂഷൻ ഉള്ള പോലത്തെ എനിക്ക് തോന്നി. അപ്പൊ ആ ഒരു ഭാഗം ലൈക്ക് അത് വെച്ച് നമുക്ക് റെസ്യൂം ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഞാൻ നിങ്ങളുടെ അടുത്ത് സെഷൻ തുടങ്ങാൻ നേരത്ത് പറഞ്ഞായിരുന്നു ഒരു ഡിസൈനറിന്റെ റെസ്യൂമെ ശരിക്കും അവരുടെ പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അവരുടെ കളക്ഷൻ ഓഫ് വർക്ക്സ്, അവർ ചെയ്ത വർക്കിന്റെ എല്ലാം ഒരു പ്രസന്റേഷൻ പോലത്തെ ഒരു വെബ്സൈറ്റ്, അതാണ് അവരുടെ പോർട്ട്ഫോളിയോ. ഓക്കെ. ഇപ്പൊ ഇയാള് പെറിവാൻ എന്ന് പറഞ്ഞൊരു ഡിസൈനറാണ്. ഈ പുള്ളി കുറെ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിളും ഡിസ്കോഡ് അങ്ങനത്തെ പല പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ്. ഓക്കെ. ഇപ്പൊ ഇതില് ഈ ഓരോ ഇതും കണ്ടോ, വർക്ക്, ഓരോ പ്രൊജക്റ്റും, ഈ ഓരോ പ്രൊജക്റ്റിനെ പറയുന്നതാണ് കേസ് സ്റ്റഡി. അതാണ് ഞാൻ പറഞ്ഞായിരുന്നു, നല്ലൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ജസ്റ്റ് ഇൻ കേസ്. ഇപ്പോൾ ഈ കേസ് സ്റ്റഡി നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ, ഓക്കെ, ലോഡ് ആവുന്നില്ല. ഇതാണെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, ഫ്ലോ, പ്രോബ്ലം, കോണ്ടെക്സ്റ്റ്, ഹൈലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഏകദേശം കണ്ടന്റ് സിമിലർ ആയിരിക്കും എല്ലാത്തിലും. ഓക്കെ. ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഷോ കേസ് പോലെ കാണും, ചിലരൊരു ഷോ കേസ് ഇടും. ആ ഷോ കേസ് ആണ് ഈ കാണുന്ന അവർ ചെയ്ത വർക്കിന്റെ ഒക്കെ. പിന്നെ ആണെങ്കിൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞു. ഇതിന്റെ ആക്ച്വലി ഇതൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, അതായത് ഇവർ സോൾവ് ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ വേണേൽ പറയാം. എങ്ങനെയാണ് ആ പ്രോബ്ലം വന്നത്, ഇല്ലെങ്കിൽ തുടങ്ങിയെന്നുള്ളതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. അത് കണ്ടോ, കുറെ ഈ കേസ് സ്റ്റഡി എന്നൊന്നും പറഞ്ഞ ഒന്നുമില്ല. സ്റ്റേഡിയ എന്നും പറഞ്ഞൊരു ഒരു ഒരു കൺട്രോളർ ഉണ്ട്. അപ്പൊ ആ കൺട്രോളർ എന്തോ ഔട്ട്ഡേറ്റഡ് ആയി. അപ്പൊ അതിന് പകരം അതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആക്കി മാറ്റുന്നതിന്റെ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. ഇപ്പം കണ്ടോ, ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യണമെന്നും പറഞ്ഞ് കമ്മ്യൂണിറ്റിന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നു. അപ്പൊ ഇതിനെല്ലാം പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഓരോ റെഡിറ്റ് യൂസേഴ്സും അതുപോലെ ഓരോ വെബ്സൈറ്റിൽ നിന്നൊക്കെ വന്നേക്കുന്ന ഓരോ സാധനങ്ങൾ അവരിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പ്രോബ്ലത്തിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു പ്രോബ്ലം നമുക്ക് തോന്നിയ പോലെ എടുക്കുമല്ല എന്നുള്ള സാധനത്തിൽ ഇത് നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. സോ ഇപ്പോൾ അതിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് അയാൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ. ബട്ട് ഇതിന് ഉപരി ലൈക്ക് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നതിന് പകരം അതിലങ്ങേര് കുറച്ചുകൂടെ ഒരു സ്റ്റോറി ലൈൻ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആദ്യം കുറെ പേര് വന്നിട്ട് അങ്ങനെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം ഇത് ഐഡന്റിഫൈ ചെയ്തു, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് പണിയെടുക്കണ്ടേ. അപ്പൊ ഒരു സ്റ്റോറി ഉണ്ട് ഇതിൽ ശരിക്കും നോക്കുവാണെങ്കിൽ. നമ്മുടെ ഒരു സാധാരണ കേസ് സ്റ്റഡി, ഇപ്പം ഇതൊരു ടോപ്പ് ആളുടെ കേസ് സ്റ്റഡി ആണ്. ബട്ട് ഒരു സാധാരണ കേസ് സ്റ്റഡി നോക്കുവാണെങ്കിൽ ഭയങ്കര കുക്കി കട്ടർ കേസ് സ്റ്റഡി ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ വേണേ കാണിച്ചു തരാം. എന്തൊക്കെയായിരിക്കും അങ്ങനത്തെ ഒരു സാധനത്തിൽ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതായിരിക്കും ഒരു എന്താ പറയുന്നത്, നോർമൽ കേസ് സ്റ്റഡീസിൽ ഉണ്ടാവുന്നത് യൂസർ പെർസോണ. ഈ യൂസർ പെർസോണ എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ബട്ട് ഒന്നുമില്ല, നമ്മൾ ഈ പ്രോബ്ലം ആർക്ക് വേണ്ടിയിട്ടാണ് സോൾവ് ചെയ്യുന്നതിന് കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് യൂസർ പെർസോണ. അതുപോലെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം. അപ്പം അതിൽ എന്തൊക്കെ ഉണ്ടാവും. ഇപ്പം ഒരു സ്റ്റുഡൻറ്റിന്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ അതാണെങ്കിൽ അതിലെന്തൊക്കെ ഫീച്ചേഴ്സ്, ഇല്ലെങ്കിൽ
എന്തെല്ലാം ഇൻഫർമേഷൻ നമ്മൾ അതിൽ കൊടുക്കുന്നു എന്നുള്ളത് ആദ്യമേ നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇത് ശരിക്കും നമുക്കൊരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞു തരും. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ സാധനം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വയർ ഫ്രെയിമിലും ഇതിലും ഒക്കെ പോകുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും വയർ ഫ്രെയിംസ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളത് ജസ്റ്റ് ആ ഫ്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഇതിൽ എത്ര പേർക്ക് ബിഹാൻസിനെ കുറിച്ച് അറിയാം? ബിഹാൻസ് അല്ലെങ്കിൽ ഡ്രിബിൾ എന്നൊക്കെ കേട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? ഐ റേസ് ചെയ്യോ? ഓ, ആരും കേട്ടിട്ടില്ല. ഓക്കെ, എന്നാൽ ഇന്ന് നമുക്ക് ബിഹാൻസിൽ പോയി നോക്കാം. ബിഹാൻസ് എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നു. ബിഹാൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ഫോർ ഡിസൈനേഴ്സ്. ഡിസൈനേഴ്സ് അവരുടെ വർക്ക് കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലമാണ് ബിഹാൻസ്. ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വർക്കും ഉണ്ട്. ഇതൊക്കെ കേസ് സ്റ്റഡി. ഇതിപ്പോ ഞാൻ UI/UX നോക്കുന്ന കാരണം മോസ്റ്റ്ലി ഡിസൈൻ കേസ് സ്റ്റഡി ആയിരിക്കും എനിക്ക് വരുന്നത്. ബട്ട് നോക്കൂ, ബ്രാൻഡ് ഐഡന്റിറ്റി, പാക്കേജിങ്, ഗ്രാഫിക് ഡിസൈൻ എല്ലാത്തിൻ്റെയും കാണും. ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൽ ഏത് വേണേലും നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഇല്ലുസ്ട്രേഷൻ പോവുകയാണെങ്കിൽ ഇല്ലുസ്ട്രേഷന്റെ വർക്കുകൾ എനിക്ക് കാണാൻ പറ്റും. ആരൊക്കെയോ എവ്രി മോർണിംഗ് എന്നും പറഞ്ഞിട്ട് ഒന്നിട്ടിട്ടുണ്ട്, ബുക്ക് കവർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലായിടത്തും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം കാണാൻ പറ്റും. ഇത് ഒരു ജസ്റ്റ് ഒരു സൈറ്റാണ്, ബട്ട് ഇത് നിങ്ങൾക്ക് ഇൻസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ്. ലൈക്ക് ഒരു സ്റ്റാൻഡേർഡ് സാധനമായിരിക്കും ബിഹാൻസിൽ എപ്പോഴും വരുന്നത്. ബട്ട് വേറൊരു സൈറ്റ് ഉണ്ട്, ഡ്രിബിൾ എന്നും പറഞ്ഞിട്ട്. ഡ്രിബിളും ഇതുപോലെ തന്നെയാണ്, നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന സൈറ്റാണ്. ഓക്കെ, ഇടക്കിടക്ക് ഇങ്ങനെ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഡ്രിബിൾ എന്നും പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. ഡ്രിബിളില് ബട്ട് കുറച്ചുകൂടെ UI ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിഷ്വൽ ഡിസൈനേഴ്സ് ആണ് അവിടെ കുറച്ചുകൂടെ ബേസ് ചെയ്തേക്കുന്നത്. സോ അപ്പൊ നമ്മളൊരു UX ഇല്ലെങ്കിൽ UI/UX ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ് ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അവിടെ ഇൻസ്പിറേഷൻ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടുന്ന് കറക്റ്റ് റെലവെന്റ് സാധനം കിട്ടിയെന്ന് വരത്തില്ല. സോ ഈ കേസ് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഇൻസ്പിറേഷൻ ഇവിടെ നിന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു റാൻഡം സാധനം നോക്കാം. ഇവര് ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ എയിം എന്ന് പറയുന്നത് ശരിക്കും ഇതുപോലത്തെ ഒരു ഇതുണ്ടോ, ഒരു 10 daysനുള്ളിൽ ഇത് ചെയ്ത് തീർത്തേക്കുന്നത്. അതുപോലെ നമുക്കും ഇത് ചെയ്ത് തീർക്കണം എന്നാണ് നമ്മുടെ ഒരു എയിം. ഓക്കെ, സോ ഈ സാധനം നിങ്ങളെടുത്ത് നോക്കണം. ഇതിന്റെ ബൈ ദ എൻഡ് ഓഫ് ദിസ് ബൂട്ട് ക്യാമ്പ് ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ ബിഹാൻസ് പ്രൊഫൈലിലും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഇവിടെയാണ്. ഇവിടം വരെ നമ്മൾ ആയിട്ടുള്ളൂ. ഇതുപോലും ആയിട്ടില്ല, ശരിക്കും ഇവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് പോകാനുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിലെല്ലാം ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും ഒരു കുക്കി കട്ടർ പോർട്ട്ഫോളിയോ സാധനമാണ്. ഇതിലൊരു സ്റ്റോറി ഒന്നുമില്ല. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു എങ്ങനെയാ പ്രോബ്ലം വന്നത്, ഒരു റിയൽ വേൾഡ് പ്രോബ്ലം എന്ന് നമുക്ക് തോന്നി. ഇപ്പൊ ടീമുണ്ട്, പ്രൊജക്ട് ഓവർവ്യൂ, എന്തോ ഒരു കണ്ടന്റ് ഇട്ടിട്ടുണ്ട്, കണ്ടോ, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലം, അതിനെല്ലാം സൊല്യൂഷൻ അവര് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നതാണ് ഡിസൈൻ പ്രോസസ്. ഈ ഡിസൈൻ പ്രോസസ്സിന് ഇവിടെ ഏത് ക്ലാസ്സിലേക്ക് മീൻസ് ഡിസൈൻ ഏത് ഇയറിലാണ് വരുന്നത്? സെക്കൻഡ് ഇയർ ആയിട്ടുള്ള എത്ര പേരുണ്ട്? സെക്കൻഡ് ഇയർ കഴിഞ്ഞ എത്ര പേരുണ്ട്? എല്ലാരും ഉറങ്ങിപ്പോയോ അതോ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ആരും ഇല്ലേ? ഓക്കെ 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 സെക്കൻഡ് ഇയർ പഠിച്ച എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളൊരു സാധനം പഠിച്ചായിരുന്നു, ഡിസൈൻ പ്രോസസ് എന്നും പറഞ്ഞു. ആ സെയിം സാധനമാണ്, ഡിസ്കവർ, ഡിഫൈൻ, ഐഡിയേറ്റ്, ഡിസൈൻ. ഇതില് നമ്മൾ ഓരോരുത്തടുത്ത് റെഫർ ചെയ്യുമ്പോൾ ഇത് വേറെ വേറെ ആയിരിക്കും. ചിലപ്പോൾ ഒരെണ്ണം കൂടുതലായിരിക്കും, ഒരെണ്ണം കുറവായിരിക്കും. ഇവിടെ വേണമെങ്കിൽ ഐറ്ററേറ്റ് എന്നൊക്കെ പറഞ്ഞ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പും കൂടെ കാണും. അങ്ങനത്തെയൊക്കെ ആയിരിക്കും കാണുന്നത്. ബട്ട് ജനറലി ഇതൊരു സ്റ്റാൻഡേർഡ് സാധനമാണ്, ഡിസ്കവർ, ഡിഫൈൻ, ഐഡിയേറ്റ്, ഡിസൈൻ. പിന്നെ താഴെ ഇതിന് കഴിഞ്ഞിട്ട് ഐറ്ററേറ്റ് ഒന്നും കൂടെ ഉണ്ടാവാറുണ്ട് മോസ്റ്റ്ലി സ്ഥലത്തും. സോ ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, കമ്പറ്റേറ്റീവ് അനാലിസിസ്, ഇന്റർവ്യൂ, ഇവിടെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. ഇത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ
അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് എന്ത് സൊല്യൂഷൻ ആയിരിക്കണം വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് പോകും. അതാണ് ഈ യൂസർ ഫ്ലോ, വയർ ഫ്രെയിം, സിനാരിയോ, സൈറ്റ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. അവസാനമാണ് നമ്മൾ എന്താണ് UI പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഇതില് അവര് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് അറിയാൻ പറ്റുന്നില്ല, കാരണം ഇത് രണ്ടിലും ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രസന്റേഷൻ വേറെ രീതിയാണ്, ഇതിന്റെ പ്രസന്റേഷൻ വേറെ രീതിയാണ്. കണ്ടോ, ഇതിൽ ഇവര് ജസ്റ്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. ബട്ട് നമുക്കറിയാം പ്രോബ്ലം എന്താണ്. ഇതിലൊരു സ്റ്റോറി ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൈ റൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തോന്നുക. എന്താന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കണം വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ അപ്പം പലർക്കും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇത് ഒന്നുകൂടെ പോയി നോക്കണം. ലൈക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇത് ഒബ്വിയസ്ലി കുറച്ച് അബ്സ്ട്രാക്റ്റ് ആണ്. ഇത് നമുക്ക് കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. എന്നാലും നിങ്ങൾ ലൈക്ക് ഇത് നമ്മുടെ അത്ര ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിക്കുന്ന കണക്കോ ഇല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് പഠിക്കുന്ന അത്രയൊന്നും ഇല്ല. അത്രയൊന്നും ടഫായിട്ടുള്ളൊരു സാധനമല്ല ഇത്. ഇവിടെ അസംബ്ലി ലാംഗ്വേജ് ഒക്കെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരും ഇല്ലേ? എല്ലാരും ഇന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു. ഓക്കെ, അത്രയും ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു സാധനമല്ല ഇത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും അതിന്റെ ആ ഒരു സ്റ്റോറി ലൈൻ ഇതിൽ പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യലാണ് നമ്മുടെ എയിം. നമ്മളിപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടില്ല, ഞാനും എത്തിയിട്ടില്ല, നിങ്ങളും എത്തത്തില്ല ഒരു ബൂട്ട് ക്യാമ്പ് കഴിഞ്ഞെന്നും പറഞ്ഞ്. ഇത് ലൈക്ക് ഈ ഡിസൈനർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർക്കിടെക്റ്റ് ആണ്. സോ അതിന്റെ ഒരു ക്വാളിറ്റി ഈ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ്. ആസ് എ ഡിസൈനർ, നിങ്ങൾ ഡിസൈനറിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുത്ത് വെച്ച് നോക്കുക. ഓക്കെ ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യലാണ് ശരിക്കും നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതും അതിന്റെ സൊല്യൂഷൻസ് എഴുതാൻ പറഞ്ഞിട്ടില്ല അല്ലേ? അത് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ചെയ്തവർക്ക് ഐ തിങ്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ ഈ ബിഹാൻസ് നിങ്ങൾ ഇന്നതിനെ പോയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഇവിടെ വന്ന് സ്ക്രോൾ ചെയ്താൽ മതി. കണ്ടോ, ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ രസമാണ്. എന്തൊക്കെയോ കണ്ടോ, എന്തോ ലാപ്ടോപ്പിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ നോക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഞാൻ എവിടെയാ കണ്ടായിരുന്നല്ലോ, എൻട്രിക്കിന്റെ ഇത്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും ആൾക്കാർക്ക്. ഇപ്പൊ KTUവിന്റെ സൈറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ കുറെ പേര് പറയാ കാണാൻ കുഴപ്പമില്ല. അതിന്റെ റീസൺ ഒന്നും അല്ല, ലൈക്ക് അത് ഡിസൈൻ ചെയ്തേക്കുന്ന ആ രീതിയിലാണ്. സോ ഇതൊക്കെ റെഫറൻസ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കാണാനും ഭംഗിയുണ്ടായിരിക്കും. ഇതുപോലത്തെ വേറൊരു സൈറ്റാണ് മോബിൻ എന്നും പറഞ്ഞിട്ട്. ഇത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ നീഷ് ഡിസൈനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ലൈക്ക് ബിഗിനേഴ്സ് ഉപയോഗിക്കുന്ന സാധനം അല്ല എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് എന്നാലും ജോയിൻ ഫോർ ഫ്രീ ഉണ്ട് സി പ്ലാൻസ്. ഇതില് എന്താണ്, പൈസ കൊടുക്കണം ബേസിക്കലി. ബട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കാണാം നമുക്ക്. സോ നിങ്ങൾ ഇതും വേണമെങ്കിൽ എടുത്ത് നോക്കാം, ഇല്ലെങ്കിൽ നോക്കണം എന്നില്ല. ബട്ട് ഇതൊരു ലൈക്ക് ഇതിൽ നമുക്ക് ഫുൾ പ്രോട്ടോടൈപ്പ് കാണാൻ പറ്റും. കണ്ടോ, മൊത്തത്തിൽ കാണാൻ പറ്റും ഇതിന്റെ കമ്പോണൻസ് കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ആക്ച്വൽ ടോപ്പിക്സിലേക്ക് കടക്കാം. ഇന്ന് കുറച്ച് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് തിയറി ഇന്റൻസീവ് ആയിട്ട് എടുക്കാമെന്നാണ്. കാരണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറെ പ്രാക്ടിക്കൽ സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് തിയറി സംസാരിക്കാം. കുറച്ച് ബോറടി ആയിരിക്കും, എനിക്കറിയാം.
സോ അത് എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം മാക്സിമം. ബട്ട് നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ആദ്യമേ കയറി ഉറങ്ങിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഓക്കെ, UI അന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ അല്ല ആക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, യൂസർ ഇന്റർഫേസ് ആണ് ഇതിനെ വിഷ്വലി അപ്പീലിംഗ് ആക്കാൻ, അതായത് കാണാൻ കൊള്ളാൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് UI നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ UI ആക്ച്വലി ഗ്രാഫിക് ഡിസൈൻ ആയിട്ട് ഭയങ്കര സിമിലർ ആണ്. എനിക്കൊന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പേര് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സിലുണ്ടോ ഗ്രാഫിക് ഡിസൈനേഴ്സ്? ഉണ്ടോ? ആരുമില്ല? ഗ്രാഫിക് ഡിസൈനുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല, നിങ്ങൾ കൈ പൊയ്ക്കോ ചുമ്മാ. ഓക്കെ, ആരുമില്ല. ഇല്ല, ആരുമില്ല. ഓക്കെ ഓക്കെ. UIന്റെ ഗ്രാഫിക് ഡിസൈൻ പഠിച്ച ആൾക്കാരാണെങ്കിൽ അവരും കേട്ടിട്ടുണ്ടാവും ഈ പ്രിൻസിപ്പിൾസ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ബട്ട് ഇതിൽ കുറച്ചുകൂടെ ഒരു വെബ്സൈറ്റിൽ റെലവെന്റ് ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതെല്ലാം ആക്ച്വലി ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ആണ്. ഡിസൈനിൽ തന്നെ ഉള്ള എല്ലാ ഡിസൈനിലും ഉള്ള അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ആണ് ഇതെല്ലാം. ബട്ട് നമ്മൾ ഓരോ ഡിസിപ്ലിനിൽ പോകുമ്പോൾ, ഇപ്പൊ ഞാൻ ഫാഷൻ ഡിസൈൻ ചെയ്യുവാണെങ്കിലും അവിടെ എനിക്ക് കോൺട്രാസ്റ്റ് നോക്കണം. ഞാനിപ്പോ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ചെയ്യുവാണെങ്കിലും എനിക്ക് കോൺട്രാസ്റ്റ് നോക്കണം. ഞാൻ ഡിജിറ്റൽ ഡിസൈൻ ചെയ്യുവാണെങ്കിലും ഞാൻ കോൺട്രാസ്റ്റ് നോക്കണം. സോ അത് ഡിഫർ ചെയ്ത് വരും. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ UI ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിലായിരിക്കും നമ്മൾ കോൺട്രാസ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ എന്തായിരിക്കും കോൺട്രാസ്റ്റ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പേര് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഒരാൾക്ക് മൈക്ക് ഓണാക്കി പറയാനുള്ള ഒരു ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് കാണിക്കൂ. എന്താണെന്ന് തോന്നുന്നു? ഇല്ലെങ്കിൽ ഭയങ്കര ക്ലൂലെസ് ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇന്ന് ഭയങ്കര സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? ഞാൻ ബോറാക്കുന്നുണ്ടോ? അസിൻ പറയൂ. അസിനും പോയി. ഓക്കെ, ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ബോറടിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പേര് പറയുന്ന കണക്ക് തന്നെ. കോൺട്രാസ്റ്റ് അതായത് ഒരു നോർമൽ ഇതിൽ പറയുമ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് വരിക, ഡിഫറൻസ് നമ്മൾ എടുത്ത് കാണിക്കുക. ഇപ്പൊ ഈ ഒരു ഡിസൈൻ കണ്ടോ? ഇതൊരു സ്ലൈഡ് ഡിസൈൻ ആണ്. ബട്ട് സ്ലൈഡ് ഡിസൈൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗ്രാഫിക് ഡിസൈൻ ഇതിൽ അണ്ടറിലിടാം. സോ ഇത് കണ്ടോ, ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. ആൻഡ് ഇത് രണ്ട് ഷേപ്സ് ആണ്. ഇതിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്, ലൈക്ക് ഇതിൽ രണ്ടിലും ഒരു ഓപ്പോസിറ്റ് വാല്യൂസ് ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺട്രാസ്റ്റ് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരാളെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഒരു ലാൻഡിങ് പേജ് ആണെന്ന് വെച്ചോ. നിങ്ങൾ ലൂമ എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ടോ, ഭയങ്കര സിമ്പിൾ വെബ്സൈറ്റാ. അവർക്കൊരു നാവ് ബാർ ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്. കണ്ടോ? ഇതില് അവരുടെ ഒറ്റ എയിമേ ഉള്ളൂ, നമ്മുടെ യൂസറിനെ കൊണ്ട് ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം. സോ ആ ഒരു ബട്ടൺ അവര് ഇവിടെ ഫോക്കസ് ചെയ്ത് കൊടുത്തേക്കുന്നു. ലൈക്ക് ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് കണ്ടോ? ലൈക്ക് ഇവിടെ ഭയങ്കര എല്ലാം ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. ആൻഡ് ഈ ബട്ടൺ ഭയങ്കര വെളുത്തിട്ടൊരു സാധനം. അപ്പം ഇതിന്റെ തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. സോ ഇത് എന്തായാലും ഹൈലൈറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ നോക്കേണ്ടതാണ്. കാരണം ഇതിൽ ആക്ച്വലി ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വരുവാണെങ്കിൽ ചിലപ്പം അങ്ങേർക്ക് ഇത് മനസ്സിലാകത്തില്ല, ഇത് എന്തോ ഇവിടെ നടക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങേർക്ക് കാണാൻ പറ്റത്തില്ല ഇതൊക്കെ എവിടെയാ ഉള്ളതെന്നൊന്നും അങ്ങേർക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് സൈൻ ഇൻ ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ഭയങ്കര എന്താ പറയുന്നത്, ഹിഡൻ ആണ്. ബട്ട് എന്നാലും ഇവരുടെ യൂസേഴ്സ് ചിലപ്പോൾ ആ പ്രായത്തിലുള്ള ആൾക്കാർ ആവത്തില്ല, ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാവാൻ വഴിയില്ല. സോ അവർ പോയേക്കുന്ന ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഇത് ശരിക്കും. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ താഴെ അവർക്കൊരു നാവ് ബാർ ഉണ്ട്, ഫുട്ടറിൽ അവർ നാവ് ബാർ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതെല്ലാം ഭയങ്കര ഒരു പുതുമയായിട്ടുള്ള ഒരു സാധനമാണ്. ആൻഡ് ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് കുറെ ഇവന്റ്സ് കാണാം. ഇത് ഇവന്റ്സ് അല്ല, ഇവരുടെ പുതിയ
ഡോക്യുമെന്റേഷൻ ആണ്, ഇവരെന്തൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ ഡോക്യുമെന്റേഷൻ കാണാം. ഇവിടെ പോവാണെങ്കിൽ എനിക്ക് ഗ്ലോബൽ ഇവന്റ്സ് കാണാം. അപ്പോൾ ഇതൊരു സൂപ്പർ സംഭവം കണ്ടോ. ഇത് ഇവർ ഇത്രയും ലിസ്റ്റ് ചെയ്തേക്കോ, ഇത്ര ഇവന്റ്സ് ലിസ്റ്റ് ചെയ്തേക്കോ. ബട്ട് ഇത്ര ഇവന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് എവിടെ പോകണം എന്നുള്ളതിന്റെ, എനിക്ക് മുംബൈയിലാണ് പോകുന്നത്, എനിക്ക് കറക്റ്റ് ആയിട്ട് മുംബൈയിലെ ഇവന്റ്സ് കാണാം. അത് അവർ ഡിസൈൻ ചെയ്തേക്കുന്നതിന്റെ ആ ഒരു ഭംഗിയാണത് ശരിക്കും പറഞ്ഞാൽ. സോ ഓക്കെ, ഇതെല്ലാം കോൺട്രാസ്റ്റ് മാത്രമല്ല, അതിൽ വേറെ പല കോൺസെപ്റ്റ്സും വരുന്നുണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് എന്താന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ടെക്സ്ചർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കളർ വെച്ചിട്ടാണെന്നും പറയാം. ഇവിടെ ഒക്കെ ഇവർ കൊണ്ടുവന്നേക്കുന്നത് കളർ വെച്ചിട്ടാണ് ശരിക്കും. ഇവിടെ ബ്ലാക്ക് ആണ്, ഇവിടെ വൈറ്റ് ആണ്. സോ ഇത് ഹൈലൈറ്റ് ആവും. അങ്ങനത്തെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോൺട്രാസ്റ്റിന് ഉപയോഗിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്തതാണ് ടൈപ്പോഗ്രഫി. ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ടൈപ്പോഗ്രഫിസ്റ്റ് വേറെ ഉണ്ട്, ലൈക്ക് അവർ ഫോണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്, ഫോണ്ട് ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായിട്ടും കുറച്ചുകൂടെ നോക്കണം. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഓവർവ്യൂ തരാം. ഇപ്പൊ ഒരു ഫോണ്ട് എന്ന് കേട്ടിട്ടുള്ള എല്ലാരും ഫോണ്ട് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഫോണ്ട് എന്ന് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുവാണ് ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ, കേട്ടിട്ടുണ്ട്. യെസ്, ഓക്കെ. ഫോണ്ട്, അപ്പോ ഫോണ്ട് ഫാമിലി എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഫോണ്ട് ഫാമിലി കേട്ടിട്ടുണ്ടാകാൻ വഴിയുണ്ട്. ഫോണ്ട് ഫാമിലി, ഓക്കെ, യെസ്, ഫോണ്ട് ഫാമിലി കേട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ടൈപ്പ് ഫേസ് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ടൈപ്പ് ഫേസ് കേട്ടിട്ടില്ല. ഓക്കെ, ടൈപ്പ് ഫേസ് മൊത്തത്തിൽ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടാണ് അതിന്റെ ഇത് വരുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ വെബ്സൈറ്റ്, ഈ ഒരു സെക്ഷൻ നിങ്ങൾ ലൈക്ക് റെഗുലർലി വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോ പറയാൻ പോകുന്ന എല്ലാ സാധനങ്ങളും ശരിക്കും ഇവിടെ ലൈക്ക് ഡോക്യുമെന്റഡ് ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ് ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മറന്നുപോയി എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അപ്പോ ഇവിടെ കണ്ടോ, ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ ടേംസിന്റെ എല്ലാം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ടൈപ്പ് ഫേസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞല്ലോ, ഫോണ്ട് ഫാമിലിയുടെ കളക്ഷൻ ആണ് ടൈപ്പ് ഫേസസ്. സോ ടൈപ്പ് ഫേസസ്, ഹെൽവെറ്റിക്ക എത്ര പേര് കേട്ടിട്ടുണ്ട്? ഹെൽവെറ്റിക്ക ഉപയോഗിച്ചാൽ നിങ്ങളൊരു ക്ലാസിക് ഗ്രാഫിക് ഡിസൈനർ ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കേട്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇത് അറിഞ്ഞു വെച്ചോ. ഹെൽവെറ്റിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നാണ് ഡിസൈനേഴ്സ് വിചാരിക്കും. സോ ഈ ഒരു ഫോണ്ട് നിങ്ങൾ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് പെയ്ഡ് ഫോണ്ടാണ് ഹെൽവെറ്റിക്ക, ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ബട്ട് എന്നാലും നിങ്ങളുടെ ഡിസൈനിൽ ഹെൽവെറ്റിക്ക കാണുവാണെങ്കിൽ ആൾക്കാർക്ക് ഇവൻ എന്തൊക്കെയോ അറിയാം എന്ന് തോന്നും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഹെൽവെറ്റിക്ക ഫോണ്ട്? ഹെൽവെറ്റിക്ക പണ്ട് തൊട്ടേ ഉള്ള ഒരു ഫോണ്ടാണ്, ലൈക്ക് പ്രിന്റ് തൊട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോണ്ടാണ് ഹെൽവെറ്റിക്ക. ബട്ട് അതിനെ കാണാൻ ഇപ്പോഴും ലൈക്ക് ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഒരു ഫോണ്ട്. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഹെൽവെറ്റിക്ക. ഇനി ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു ഫോണ്ട് നിങ്ങളുടെ ഡിസൈനിൽ വരുവാണെങ്കിൽ കണ്ടോ, ഇതിന് ഇത്ര എന്താ പറയുന്നത് വാലിഡേഷൻ വരാൻ കാര്യവും ഇത് ഉപയോഗിക്കുന്ന കമ്പനീസ് നോക്ക്. കവാസാക്കി, പാനസോണിക്, BMW എല്ലാവരും ഉപയോഗിക്കുന്നത് ഹെൽവെറ്റിക്കയുടെ ഓരോ ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെൽവെറ്റിക്ക ഒരു ടൈപ്പ് ഫേസ് ആണ്. സോ അതിന്റെ ഓരോ ഫാമിലിയാണ് ഇവരെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആ ഒരു ക്ലാസിക് എന്ന് പറയുന്ന സാധനം, അതിന് ആ ഒരു ബ്രാൻഡ് വാല്യൂ അതിനുണ്ട്. ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഡിസൈൻ മാത്രമല്ല, അതിൽ ബ്രാൻഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരും. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ശരിക്കും ഡിസൈൻ ചെയ്യാൻ. സോ കണ്ടോ, ഇതാണ് ഹെൽവെറ്റിക്കയുടെ ഫോണ്ട് ഫാമിലി. ലൈറ്റ് ഇറ്റാലിക് എന്നൊക്കെ ആക്കുന്നതാണ് ഫോണ്ട് ഫാമിലി ആവുന്നത്. ഇതിപ്പോ ലൈറ്റ് ഇറ്റാലിക്, ബോൾഡ് ഇറ്റാലിക്, ഇതെല്ലാം കൂടെ ഒറ്റ ഫാമിലി ആവും. ഓക്കെ, സോ ഇതുപോലത്തെ പല ഫോണ്ട്സ് ഉണ്ട്, ഫോണ്ട് ഫാമിലീസ് ഉണ്ട്. സെരിഫ് ഫോണ്ട്സ് ഉണ്ട്. സെരിഫ് ഫോണ്ട്സ്
ആണ് നമ്മുടെ ഇതിലെല്ലാം വരുന്നത്. മൈക്രോസോഫ്റ്റിലും വേർഡ്സിലും ഒക്കെ ആദ്യമേ ലൈക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് സാൻസ് സെരിഫ് സെരിഫ് ഫോൺസ് ആണ്. പിന്നെ മോണോസ്പേസ് ഫോൺസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടൈപ്പ് റൈറ്റർ കണക്ക് വരുന്ന സാധനമാണ്. ഇവിടെ നോക്കാം. മോണോസ്പേസ് ഇതാണ് മോണോസ്പേസ്. ഇത് കണ്ടോ? ഇത് നിങ്ങൾ ഉപയോഗിക്കരുത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ. ഇത് റീഡബിലിറ്റി ഇഷ്യൂ ഉള്ള ഒരു ഫോണ്ട് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ എന്താ പറയുന്നത്, ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ന്യൂബിയാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ നിങ്ങൾ നോക്കും. ബട്ട് അതിന്റെ റീസൺ ഇതാണ്, അതിന്റെ റീഡബിലിറ്റി ഇഷ്യൂസ് ഒരുപാടാണ്. ഇതിന്റെ അലൈൻമെന്റ് കണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര സ്പേസ് അണീവൻ ആയിട്ടാണ് വരുന്നത്. ഇത് നോക്കും, നമ്മളൊരു ഗ്രിഡ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. ഇതിനെ കേൺ ചെയ്യാൻ, കേൺ ചെയ്യുന്നത് പുതിയൊരു ടേമാണ്. കേൺ ചെയ്യാൻ പാടാണ് ഇതിന്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കേൺ ചെയ്ത് ഇപ്പൊ കാണിച്ചു തരാം. വെബ്സൈറ്റ് ഏതായിരുന്നു? ഒരു മിനിറ്റ്. ഇത് തുറക്കരുത്. ഇതിൽ എഴുതിയിട്ടില്ലേ? അതിന്റെ പേര് ഞാൻ മറന്നല്ലോ. കേണിംഗ് ഗെയിം. ഓക്കെ, ഇത് ഞാൻ ഇപ്പോ ഇത് കണ്ടോ? ഇതൊരു ടൈപ്പ് ഫേസ് ഗാരാമോണ്ട്, അതിന്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ 1540 തൊട്ടുള്ള ഫോണ്ടാണ്. ഇതൊന്നും നിങ്ങൾ വെബ്സൈറ്റ് എടുത്തിടരുത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ബട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്ര എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആ സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ആസ് എ ബിഗിനർ നിങ്ങൾ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. കുറച്ച് ഫോൺസ് ഉണ്ട്, പോപ്പിൻസ്, അതുപോലെ പ്ലസ് ജക്കാർത്ത, പിന്നെ ലൈക്ക് ഇതെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് സേഫ് ഫോൺസ് ആണ് ഇതെല്ലാം. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡിസൈൻ കാണാൻ കുറച്ച് വൃത്തിയായിരിക്കും. ബട്ട് ഒബ്വിയസ്ലി ഇതും എല്ലാവർക്കും അറിയാം, ഇത് യൂസ് ചെയ്യുന്നത് എന്താ പറയുന്നത്, ഇതൊരു ഭയങ്കര ജനറൽ ഫോണ്ടാണ്. ഇപ്പൊ നമ്മൾ കേണിംഗ് ഞാൻ പറഞ്ഞു. ഈ കേണിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് ഇങ്ങനെ കിടക്കുവാണെന്ന് വെച്ചോ, ഇതിനെ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് ഇതിന്റെ ഇടയിലുള്ള ഓരോ ലെറ്ററിന്റെ ഇടയിലുള്ള എന്താ പറയുന്നത്, ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് കേണിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇതൊരു ഗെയിമാണ് കണ്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയോ. എന്തായാലും ഉറങ്ങിയിരിക്കുമല്ലോ, അപ്പൊ നോക്കിയോ. ഇങ്ങനെ ഞാൻ വെച്ചു. ഇത് നമ്മൾ ഒരു കാര്യമുണ്ട്, ഒരു കോൺസെപ്റ്റ് ആണ് ഡിസൈൻ ആയി എന്നും പറഞ്ഞിട്ട് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് ഇങ്ങനെ മാറ്റിയാൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ കാണാൻ ബെറ്റർ ആക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഡിസൈൻ. അതുപോലെ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്രോബ്ലം ആണ്, ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ലൈക്ക് അത് ഒരു കോൺസെപ്റ്റ് അല്ല. ലൈക്ക് അത് കണ്ട് പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുമെന്ന് പറയത്തില്ല, ആ ഒരു സാധനം. ഇപ്പൊ നമ്മൾ ഡാൻസ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു ക്ലീൻ മൂവ്സും അതുപോലെ നമ്മുടെ ഷാർപ്നെസ് ഒക്കെ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഡിസൈൻ എന്നും പറയുന്നത്. ഇപ്പൊ ഞാനിത് ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്റെ സ്കോർ വളരെ ലോ ആണ്, എന്റെ ഡിസൈൻ ആയി കൊള്ളില്ല ഗൈസ്. ബട്ട് ഇത് കണ്ടോ, ഇത് ശരിക്കും കേൺ ചെയ്ത് വരേണ്ടത് ഇവിടെയാണ്. ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നോക്കാം നമുക്ക്. നിങ്ങളും എൻ്റെ കൂടെ അതെടുത്ത് നോക്കിക്കോ കേട്ടോ, ബോറടിച്ചിരിക്കണ്ട. നമ്മൾ തിയറി പറയുന്ന അഗൈൻ സെയിം സ്കോർ, എൻ്റെ കറക്റ്റ് 56 നിൽക്കുകയാണ്. സോ ഇതാണ് കേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ഒരു സ്റ്റിഗ്മയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ ഞാൻ ഒരു ഫോണ്ട്, ഇത് നമ്മൾ ഓരോ മാറ്റി വെക്കുകയൊന്നും വേണ്ട. ഇവിടെ ചെന്നിട്ട് എനിക്കിത് മാറ്റാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു സെക്ഷൻ കാണാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബട്ട് ഇവിടെ ലെറ്റർ സ്പേസിംഗ് എന്നും പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ
ചെന്നിട്ട് ഇത് കുറയ്ക്കുവാണെങ്കിൽ കണ്ടോ ഇതെല്ലാം അടുത്ത് വരും. ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇത് പുറത്ത് പോകും. കണ്ടോ ദൂരം കൂടും അതിൻ്റെ ഇടയിലുള്ള. ഇതാണ് ബേസിക്കലി കേണിങ്. ഓക്കെ, കേണിങ് ഉപയോഗിക്കുന്നതിനും ഓരോ റൂൾസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു വലിയ ഫോണ്ട് ആണെങ്കിൽ അത് നമ്മുടെ അതിന്റെ വാല്യൂ, അതായത് അതിന്റെ കേണിങ് വാല്യൂ പോസിറ്റീവിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് ഒരു ചെറിയ ഫോണ്ടാണ്, കമ്പാരിറ്റീവ്ലി ചെറുതാണെങ്കിൽ ഇതിന്റെ ലെറ്റർ സ്പേസിങ് നെഗറ്റീവിൽ വെക്കുമ്പോഴത്തേക്കാണ് അത് കാണാൻ കുറച്ചുകൂടെ ഭംഗി, ഒരു കൺസൈസ് കണ്ടോ ഒരു കോമ്പാക്ട് സാധനം വരും അതിന്. ഞാൻ അത് 0 ഇട്ടിരുന്നപ്പോഴും ഓക്കെ ആയിരുന്നു, ബട്ട് ഐ തിങ്ക് ഇത് ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയില്ലേ കാണാൻ. ലൈക്ക് അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. അതുപോലെ നമ്മൾ ഇടയ്ക്കൊരു ട്രെൻഡ് ആയിരുന്നു ഇത്, ഗ്രാഫിക് ഡിസൈൻ ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് എഴുതുന്നത്. ബട്ട് അതിപ്പോ ഇല്ല, എന്നാലും പണ്ടുണ്ടായിരുന്നു ഈ സാധനം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അത് കഴിഞ്ഞില്ലേ ടൈപ്പോഗ്രഫി. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയാലും നിങ്ങളിത് കാണാതെ പഠിക്കൊന്നും വേണ്ട, കാരണം ഇത് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കി ഇത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. എനിക്ക് ഇത്രയും ഡെപ്തിൽ നമ്മൾ പോകണമെന്നില്ല ഇന്ന്. ഓക്കെ, അടുത്തതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് വെബ്സൈറ്റിലും കൺസിസ്റ്റൻസി വരുന്നത്. ഇപ്പോൾ കൺസിസ്റ്റൻസി സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ എൻ്റെ ആദ്യത്തെ ബട്ടൺ റെഡ് കളറാക്കി. ഓക്കെ, ഞാൻ ഇവിടെ നമുക്ക് ആക്ച്വലി കൺസിസ്റ്റൻസി K2ന്റെ വെബ്സൈറ്റ് കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കാം. K2ന്റെ വെബ്സൈറ്റ് ഇൻകൺസിസ്റ്റന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ നേരത്തെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞില്ലേ, ഇത് ശരിക്കും ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായി. ഇത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ നെഗറ്റീവിലായി. ഇത് ശരിക്കും കളർ ബ്ലൈൻഡ് അതുപോലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ കളർ ബ്ലൈൻഡ് ആൾക്കാർക്കാണെങ്കിൽ ഇത് വേറെ കളറൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബാർ വെച്ചേക്കുന്നത്. അതുപോലെ ഫോണ്ട് സൈസ് കൂട്ടാം, ഫോണ്ട് സൈസ് കുറയ്ക്കാം, കൂട്ടാം. ഓക്കെ, ഇതെല്ലാം ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള എന്താ ആക്സസിബിലിറ്റി മെഷേഴ്സ് ആണ്. ചിലപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും ചെറിയ ഫോണ്ട് വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ആക്സസിബിലിറ്റി മെഷേഴ്സിന് നമ്മൾ ഇതുപോലത്തെ എന്താ ഓപ്ഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ എപ്പോഴും വെക്കണം. വേറൊരു എക്സാമ്പിൾ ആണ് ആക്സസിബിലിറ്റിയുടെ നമ്മളെ വോയിസ് സെർച്ച്. നമുക്ക് ഇപ്പൊ പിള്ളേര്, എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. അവൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല, അവൾക്ക് വായിക്കാനും അറിയത്തില്ല. പക്ഷെ അവള് ഗൂഗിളിൽ എന്ത് വേണേലും നോക്കും, ഒന്നുമില്ല. അവള് ആ വോയിസ് സെർച്ച് ഓൺ ആക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കും, ഗൂഗിൾ അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും, ആ സാധനം അവർക്ക് ഇട്ട് കൊടുക്കും. ലൈക്ക് അത് ഭയങ്കര ലൈക്ക് ആ ഒരു കേസിൽ ഇച്ചിരി ഡേഞ്ചറസ് ആണേലും, ബട്ട് ലൈക്ക് ആലോചിച്ച് നോക്കും, ഒരു കൊച്ചുകുട്ടിക്ക് അത് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്രായമുള്ള ആളായാലും അങ്ങേർക്ക് സെർച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? സോ അതുപോലത്തെ മെഷേഴ്സ് നമ്മൾ നമ്മുടെ ആപ്പിൽ എപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കണം. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ലാംഗ്വേജസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ മൊത്തം നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ നമ്മൾ ഇംഗ്ലീഷ് മാത്രം വെച്ചിട്ട് കാര്യമില്ല. ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ കുറെ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉണ്ട്, ബട്ട് അതുപോലെ തന്നെ ഹിന്ദിയും മലയാളം കന്നഡ അങ്ങനെ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കെല്ലാം ആ വെബ്സൈറ്റ് നോക്കിയിട്ട് മനസ്സിലാവണം. അതിനുള്ള മെഷേഴ്സ് നമ്മൾ ആ വെബ്സൈറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഡുവോലിംഗോയിൽ ആക്ച്വലി കാണാൻ പറ്റും. ഡുവോലിംഗോയിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് സ്വിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചൈനീസ് ആണെങ്കിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാം. അവരുടെ മീൻസ് ഫുള്ളി എക്സ്റ്റെൻസീവ് അല്ല, എന്നാലും അവർക്ക് ആ ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ചില വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാം. ജാപ്പനീസ് വെബ്സൈറ്റ്സിൽ പോവുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു നിപ്പോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്, ഇന്ത്യയുടെ വന്നു, ഇപ്പം ജപ്പാൻ എന്ന് അടിച്ചു കൊടുക്കാം. അതെ വന്നു. ഇത് കണ്ടോ, ഇവരുടെ സൈറ്റ് ശരിക്കും ഇംഗ്ലീഷിലാണ്. ഇവരുടെ ഒരു ജാപ്പനീസ് വെർഷൻ ഉണ്ട് ഈ വെബ്സൈറ്റിന്റെ. കണ്ടോ, ഇതെന്തിനാ? ഇത് ജാപ്പനീസ് ആൾക്കാർക്ക് നമ്മുടെ അത്ര ഇംഗ്ലീഷ് അവര് ഭയങ്കര നിപുണരല്ല ശരിക്കും പറഞ്ഞാൽ. അവരുടെ ഒരു ന്യൂ ജനറേഷൻ കുറച്ചുകൂടെ ഇതായിരിക്കും, ഒരു ഇംഗ്ലീഷ് സാവി ആയിരിക്കും. ബട്ട് അവരുടെ ഇവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സാവി അല്ല, നമ്മളെ കണക്ക്.
സോ അവർ അതിന്റെ ജാപ്പനീസ് വെർഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇതിന്റെ എല്ലാം റീസൺ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ പറയും. നിങ്ങളെ ഞാൻ ഇന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടില്ല? ഓക്കെ. നോ. ഓക്കെ. ഓക്കെ. ഞാൻ നിങ്ങളെല്ലാവരെയും പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ഓരോ ബട്ടണിനും ഓരോ റീസൺ ഉണ്ട്. അതെന്താ അവിടെ ഉണ്ട്, എന്തുകൊണ്ട് അവിടെ എന്നൊക്കെ ഉള്ളതിന് ഓരോ റീസൺ ഉണ്ട്. നമ്മളിവിടെ വന്ന് എന്തിനായിരുന്നു? ഇൻകൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ. ഓക്കെ. ഇൻകൺസിസ്റ്റൻസി. ഒരു ഇൻകൺസിസ്റ്റൻസി ഞാൻ പറയട്ടെ. ഇപ്പൊ ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു ടെക്സ്റ്റ് ആണ്. ഇവിടെ ഒരു വലിയ ടെക്സ്റ്റ് ഉണ്ട്, ഒരു ചെറിയ ടെക്സ്റ്റ് ഉണ്ട്. ഏകദേശം സിമിലർ ആണ് ഇതും. കണ്ടോ? ഇത് ആക്ച്വലി ലേറ്റസ്റ്റ് ഇവന്റ്സ് ആണ്. എന്നാലും ഇത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കണ്ടോ? ഡേറ്റ് ഒരേ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. ഡേറ്റ്, ടെക്സ്റ്റ്, അതുപോലെ ബട്ടൺ, റീഡ് മോർ ബട്ടൺ. സോ ശരിക്കും ഇത് രണ്ടും ഒരേപോലെ വരേണ്ട സാധനങ്ങളാണ്. ഇതിൽ രണ്ടിലും കൺസിസ്റ്റൻസി നമ്മൾ കൊണ്ടുവരണം ഒരു സാധാരണ വെബ്സൈറ്റ് ആണെങ്കിൽ. ബട്ട് ഇവിടെ നോക്കി, ഇവിടെ അതിന്റെ ചുമ്മാ ടെക്സ്റ്റ് ആയിട്ടേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ അതൊരു ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ അത് ഇൻകൺസിസ്റ്റൻസിയാണ്. ഓക്കെ. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സോ ബേസിക്കലി ഒന്നുമില്ല. നമ്മുടെ വെബ്സൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബട്ടൺ എല്ലാം ഒരേ കളർ ആയിരിക്കണം. നമ്മുടെ വെബ്സൈറ്റിൽ നാവ് ബാർ എല്ലാം ഒരേപോലെ ഇരിക്കണം. അല്ലാതെ ഒരെണ്ണം ഇവിടെ, ഹോം ഇവിടെ, പിന്നെ ഞാൻ ലീഗൽ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അപ്പുറത്ത് ഇവിടെ ഇപ്പുറത്തൊക്കെ താഴെയൊക്കെ കൊണ്ടുവെക്കാൻ പാടില്ല. സോ അങ്ങനെ മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ വെബ്സൈറ്റ് ബിഹേവ് ചെയ്യുന്നത് ഒരു കൺസിസ്റ്റന്റ് രീതിയിലായിരിക്കണം. അല്ലാതെ ഒരു ബട്ടൺ ഞാൻ പച്ച കളറാക്കി, അടുത്ത ബട്ടൺ കുറച്ച് ചെറുതാക്കി, അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിസൈൻ സിസ്റ്റം. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ ഒരു നല്ലൊരു ഡിസൈൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിസൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വെബ്സൈറ്റിലെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിലെ ബട്ടൺസും അതുപോലെ ഫോംസും എല്ലാം നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കും. അപ്പം വേറൊരു ഡിസൈനർ, ഞാനിപ്പോൾ കുറച്ച് പണി ചെയ്തു കഴിഞ്ഞിട്ട് വേറൊരു ഡിസൈനർ വരുവാണ് പണിയെടുക്കാൻ. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് വെക്കരുത്. അപ്പം രണ്ടും രണ്ട് രീതിയിലാവും. അപ്പൊ യൂസേഴ്സ് കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അവർ പിന്നെ അത് ചെയ്യത്തില്ല. നമ്മളെ കണക്ക് തന്നെ മടിയന്മാരാണ് എല്ലാവരും. അപ്പം അത് അവർ ഇട്ടിട്ട് പോകും. നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം അവർ ഇതിൽ ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡിസൈൻസ് വലിയ വലിയ കമ്പനികളിൽ ഡിസൈൻ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ ഡിസൈനേഴ്സിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് ടീം ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ വലിയ വലിയ കമ്പനീസിന്റെ ഡിസൈൻ സിസ്റ്റം എടുത്ത് നോക്കുവാണെങ്കിലും ഒരു വലിയ 425 പേജൊക്കെയുള്ള എന്താ പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആയിരിക്കും വരുന്നത്. ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. എനിക്ക് ആ കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ആ ഒരു വലിയ ഡോക്യുമെന്റ് ഉള്ള കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് ഇതൊരു എന്താ പറയുന്നത് ഒരു ചെറിയ ഡിസൈൻ സിസ്റ്റമാണ്. ഇത് കണ്ടോ? ഇതൊരു ഫുൾ വെർഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് അവർ പൈസക്ക് വിൽക്കുന്നത് ഫുൾ വെർഷൻ. കാരണം ഇത് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. അതുപോലെ ഭയങ്കര ഡീറ്റെയിൽഡ് ആണ് ഇതെല്ലാം. സോ ഇതിൽ നിങ്ങൾ നോക്ക്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏത് ടൈപ്പോഗ്രഫി വേണം, കളേഴ്സ് ഏതൊക്കെ ഉപയോഗിക്കാം, ഗ്രേഡിയൻസ് ഏതൊക്കെ വേണം, എത്ര സ്പേസിങ് ഇടാം, ലോഗോ ഏതൊക്കെയാണ്, ഐക്കൺസ് ഏതൊക്കെയാണ്, എല്ലാം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫോം കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ഫോമിൽ പല പല കമ്പോണൻസ് കാണും. ഒരു ടോഗിൾ കാണാം. ടോഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ടോഗിൾ. ഇതാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ എണ്ണേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ ഇതാണ് വരുന്നത്. എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭയങ്കര ഡീറ്റെയിൽ പോവാണെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ പോവാം നമുക്ക്. ബട്ട് ഇതെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് ഇരുന്ന് നോക്കാം. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഭയങ്കര പാടായിരിക്കും. ഇത് കണ്ടോ? ഫോമും എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് എനിക്ക് എടുത്ത് കസ്റ്റമൈസ് ചെയ്താൽ മതി. ഇത് ആവശ്യത്തിനനുസരിച്ച് എനിക്ക് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്സ് ആണ് ഇതെല്ലാം. കണ്ടില്ലേ? മോഡല് എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ ഒരു
എന്താ പറയുന്നത്, കൺഫർമേഷനോ ഇല്ലെങ്കിൽ ഡിലീഷനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ മോഡൽ യൂസ് ചെയ്യാം. അതുപോലെ ഡ്രോപ്പ് ഡൗൺ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈഡർ ഉണ്ട്, കണ്ടോ? ഈ സ്ലൈഡർ എനിക്ക് എത്ര വേണേലും 3-4-5 ഗ്രേഡിയൻസിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഒരു ഡിസൈൻ സിസ്റ്റം. ഇപ്പൊ നമ്മൾ നേരത്തെ ടൈപ്പോഗ്രഫിയുടെ കാര്യം പറഞ്ഞു, കണ്ടോ? ഇത് ശരിക്കും ഒരു ഇതിൽ കുറച്ച് എലമെന്റ്സ് എടുത്തിട്ടാണ് നമ്മളൊരു സ്റ്റൈൽ ഗൈഡ് എന്നും പറഞ്ഞുണ്ടാക്കുന്നത്. ഓക്കെ, സ്റ്റൈൽ ഗൈഡ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഡിസൈൻ സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല, നിങ്ങൾ സ്റ്റൈൽ ഗൈഡ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇതിൽ കണ്ടോ എല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര സൈസ് ഉപയോഗിക്കണം, ലൈൻ ഹൈറ്റ് എത്രയായിരിക്കണം, ലെറ്റർ സ്പേസിങ് എത്രയായിരിക്കണം. ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേണിങ്ങിന്റെ കാര്യം ഈ പറഞ്ഞേക്കുന്നത്, അതെല്ലാം 0 പിക്സലാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ലൈൻ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഹൈറ്റ് ആണ് ലൈൻ ഹൈറ്റ്. അതുപോലെ സൈസ് ഒന്നുമില്ല, പിക്സൽ, ഈ PT എന്ന് പറയുന്ന പിക്സലാ. ഓക്കെ, അല്ല പിക്സൽ അല്ല, സോറി. ഓക്കെ, അത് ഞാൻ നോക്കിയിട്ടില്ല, അത് പറഞ്ഞുതരാം ഗൈസ്. ബേസിക്കലി ഫോൺ സൈസ് ആണത്, ബട്ട് PT എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാനും പഠിക്കണം. കണ്ടോ, കളേഴ്സ് എല്ലാം അവർ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കാം, അതിന്റെ ഏതൊക്കെ ഷെയ്ഡാണ്, അതെല്ലാം ഉണ്ടോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഡിസൈൻ സിസ്റ്റം. ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്താലും അത് കൺസിസ്റ്റന്റ് ആയിരിക്കും. കാരണം നമ്മളൊരു കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വേർഡാണ് ഞാൻ പറയുന്നത്, കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ലിമിറ്റേഷൻ, നമ്മളെ തന്നെ ഇമ്പോസ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ. ഓക്കെ, ഈ ഡിസൈൻ ചെയ്യുമ്പം ഞാൻ പച്ചയും ബ്ലാക്കും റെഡും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതൊരു കൺസ്ട്രെയിന്റ് ശരിക്കും പറഞ്ഞ. അപ്പൊ ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ഇതിലൊരു കൺസ്ട്രെയിന്റ് ഉണ്ട്. ഈ കൺസ്ട്രെയിന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും നോട്ടീസ് ചെയ്ത്? ഈ വെബ്സൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നോക്കിയിട്ട് മനസ്സിലായോ ആർക്കെങ്കിലും എന്താണ് ആ വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്ന്? ഓക്കെ, ആരും നോട്ടീസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുമില്ല, ഇതിലെല്ലാം ഇതില്ല, ലോവർ അപ്പർ കേസ് ഇല്ല, എല്ലാം ലോവർ കേസിലാണ്. കണ്ടോ, പ്രൈസ് ഏജ് എല്ലാം ലോവർ കേസിലാണ്. ഇപ്പൊ ഞാൻ നൈറ്റ്സ് ആൻഡ് വീക്കെൻഡ്സിൽ പോയി നോക്കുവാണെങ്കിൽ എല്ലാം ലോവർ കേസിലാണ്, അപ്പർ കേസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അത് കാരണം അത് ആക്ച്വലി നമുക്ക് നമ്മുടെ ഇതിലൊരു ഇമ്പാക്റ്റ് വരുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഭയങ്കര അൺകോൺഷ്യസ് ആണെങ്കിൽ, ഒരു ഡിസൈനർ ആണെങ്കിലേ നമ്മളത് ശരിക്കും നോട്ടീസ് ചെയ്യത്തുള്ളൂ. ബട്ട് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇത് കാരണം വരുന്നുണ്ട്. ഓക്കെ, ഡിസൈൻ ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വാക്കാണ്. ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മള് ഓക്കെ അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. ഓക്കെ, ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ അല്ലേ, ബട്ട് ഫേസ്ബുക്ക് എടുക്കുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടിന്റെ ഡിസൈൻ വേറെ വേറെയാണ്, അതിന്റെ കളർ വേറെയാണ്, ഈ ബട്ടൺസ് വേറെയാണ്. അപ്പം അതിനെയാണ് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡിസൈൻ ലാംഗ്വേജ് വരും. അതുപോലെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോപ്പി എഴുതിയേക്കുന്നത് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടാണ്. കണ്ടോ, THRU, ഇത് ശരിക്കും ഇംഗ്ലീഷിൽ ഒരു വാക്കല്ല. TRUOUGH എന്നും കൂടെ ഉണ്ട്, ബട്ട് അത് അവരെഴുതിയിട്ടില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു കോൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്യണം. ഓക്കെ, എൻ്റെ വെബ്സൈറ്റ് ഭയങ്കര ഇൻഫോർമൽ ആയിരിക്കണം, അതുപോലെ അതിൽ ക്യാപ്സ് ലോക്ക് ഇടാൻ പാടില്ല, ഭയങ്കര കാം ആയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ചെയ്ത് പുള്ളിനെ ഞാൻ കാണിച്ചു തരാം. പുള്ളിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, പുള്ളിയുടെ ഒരു ഡയറി എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ തന്നെ വരും മിക്കവാറും, നോക്കിയിട്ടുണ്ട്. അത് ജെഫ്രിയുടെ വെബ്സൈറ്റ് ഇതാണ്. ഈ വെബ്സൈറ്റ് ഇത് ഭയങ്കര ഒരു മിനിമൽ വെബ്സൈറ്റാണ്. കണ്ടോ, ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞു മോണോസ്പേസ് ഉപയോഗിക്കരുത്, പക്ഷെ ജെഫ്രി മൊത്തം ഉപയോഗിക്കുന്ന മോണോസ്പേസാണ്. അതുപോലെ ഇതിൽ ഒരു കമ്പോണന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, ജസ്റ്റ് ലൈക്ക്
അതുപോലെ ഇതിൽ അത്രയും വരുന്നില്ല, ഇൻഫർമേഷൻ അത്രയും വരുന്നില്ല, സിമ്പിൾ സാധനമാണ്. എന്നാലും ലൈക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ മച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം, സോറി ഡിസൈൻ ചെയ്യാം. ബട്ട് പുള്ളി ചെയ്തേക്കുന്നു ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തേക്കുന്നു, ഒരു ഫോട്ടോ ഉണ്ട്, സിമ്പിൾ, അത്രേ ഉള്ളൂ. ആൻഡ് ഇതിന്റെ ഏതോ ഒരു എനിക്കിപ്പോ ഏതാന്ന് അറിയത്തില്ല, ബട്ട് താഴോട്ട് പോവാണെങ്കിൽ ഇതെങ്ങനെ പുള്ളി ഡിറൈവ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു നോട്ട് പോലെ എഴുതിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്തതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കത്തുള്ളൂ, അതുപോലെ ഒരു ഫോർമാറ്റ് ആണ്, കുറച്ച് ടെക്സ്റ്റ്, ഒരു ഇമേജ്, എല്ലാത്തിലും അതുപോലെ ഉണ്ട്. എക്സ്പീരിയൻസ് പുള്ളിയുടെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുന്ന. ലൈക്ക് നിങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് ഇത് എൻജോയബിൾ ആയിട്ട് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇതെല്ലാം ഇങ്ങനെ കൺസ്ട്രെയിൻസ് വരുമ്പോഴാണ് നമുക്ക് ഞാൻ മാറിപ്പോയി. ഓക്കെ, കൺസ്ട്രെയിൻസ് വരുമ്പോഴാണ് നമ്മൾ എന്താണ് എവിടെ പോയി കൺസ്ട്രെയിൻസ് വരുമ്പോഴാണ് കൺസിസ്റ്റൻസി വരുന്നത്. ഓക്കെ, അതായിരുന്നു പറയേണ്ടത്. സോ കൺസിസ്റ്റൻസി എങ്ങനെ വരുത്തൂന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഭയങ്കര കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടും തോന്നും നിങ്ങൾക്ക്. ബട്ട് അതിനെ കുറച്ചുകൂടെ നിങ്ങൾ അതുപോലത്തെ അതിനെക്കുറിച്ച് വായിക്കണം, അതുപോലെ ചെയ്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ മനസ്സിലായി കാണും, എന്നാലും ഞാൻ പഠിപ്പിച്ചതാണെന്ന് എനിക്കറിയാം. ബട്ട് എന്നാലും കുറച്ചുകൂടെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഓക്കെ, അടുത്തതാണ് കളേഴ്സ്. കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കളേഴ്സ് തന്നെയാണ്. ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇതില് ഇപ്പം ഇതിൽ റാൻഡം ആയിട്ട് ലിസ്റ്റ് ചെയ്തേക്കുവാണ് കളേഴ്സ്. ഈ കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനും ഓരോ സയൻസ് ഉണ്ട്. അതിന് പറയുന്നതാണ് കളർ തിയറി. കളർ തിയറി എത്ര പേര് കേട്ടിട്ടുണ്ട്? കളർ തിയറി കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? യെസ്, കളർ തിയറി കേട്ടിട്ടുണ്ട്. യെസ്, ഓക്കെ. നമ്മൾ ഫാഷൻ ഡിസൈൻ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ് കളർ തിയറി. ഇതുപോലെ ഗ്രാഫിക് ഡിസൈനിലും ഒക്കെയുള്ള കളർ തിയറി. കളർ തിയറിയിൽ ഒന്നുമില്ല, ഒരുപാട് സ്കീംസ് ഉണ്ട്. മോണോക്രോമാറ്റിക് സ്കീം, അതുപോലെ എന്തായിരുന്നു കോംപ്ലിമെന്ററി സ്കീം, അതുപോലത്തെ പല പല സ്കീംസ് ഉണ്ട്, കളർ സ്കീംസ്. അതെല്ലാം വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ കളേഴ്സ് പിക്ക് ചെയ്യാം. ഇനി അതൊന്നുമല്ല, വേണമെങ്കിൽ എൻ്റെതായിട്ടുള്ള രീതിയിൽ, അതായത് എൻ്റെ കണ്ണിന് പിടിക്കുന്ന കുറച്ച് കളർ കൂട്ടിച്ചേർത്ത് വേണമെങ്കിൽ എനിക്കൊരു സ്കീം ഉണ്ടാക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഇതൊന്നും വേണ്ടെങ്കിൽ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, കൂളേഴ്സ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഇതിൽ പോവുകയാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കളർ പാലറ്റ് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സിംപിളസ്റ്റ് മെത്തേഡ്. ഇല്ല, നിങ്ങളിപ്പോൾ വലിയൊരു കമ്പനിയിലൊക്കെ പോയി അവിടെയൊക്കെ പ്രസന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ മോണോ സ്കീമും മോണോക്രോമാറ്റിക് സ്കീമും കോംപ്ലിമെന്ററി സ്കീമൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ നോക്കിയിട്ട് അത് പറയണമെന്നുണ്ടെങ്കിൽ അതും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ലൈക്ക് അത് ജസ്റ്റ് അതിന്റെ വലിയ ആവശ്യം വരുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത്, കാരണം ഇതിപ്പോ എന്തായാലും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ എന്തുകൊണ്ടാണ് ഇഷ്യൂസ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് പോയി നോക്കണം. ഇപ്പൊ എനിക്കിപ്പോ ഓൾറെഡി ഒരു കളർ സ്കീം തന്നിട്ടുണ്ട്, എനിക്കിത് ലോക്ക് ചെയ്യാം. ഈ കളർ എനിക്ക് വേണം. സോ ഇതെനിക്ക് വേണ്ട. ഇതവിടെ പോയി. ഓക്കെ, ഇതെനിക്ക് മാറ്റാം. കണ്ടോ, ഇതിന്റെ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എനിക്കിത് എന്നിട്ട് ഇത് ലോക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത് ഇത് എനിക്ക് വേണമെങ്കിൽ മാറ്റാം. അതുപോലെ വേണമെങ്കിൽ എനിക്ക് ഇനി ആഡ് ചെയ്യാം കളേഴ്സ്. ഓക്കെ, സോ ഇത് നമുക്ക് ഓൾറെഡി ലൈക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് തരും. മനസ്സിലായില്ലേ? ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കണം എന്നാണെങ്കിൽ അതും ചെയ്യാം. ബട്ട് അത് പഠിക്കണം ഒബ്വിയസ്ലി. അത് ഞാനൊരു റിസോഴ്സ് ഇതിട്ട് തരാം.
സോ അതിൽ ഞാനൊരു ഒരു ചെറിയ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതാണ് കളേഴ്സിനെ പറ്റി പറയാനുള്ളത്. കളേഴ്സിന് അത്ര വലിയതൊന്നുമില്ല, ലൈക്ക് വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ഓ, ഒരു കാര്യം വിട്ടുപോയി, ഹ്യൂ, സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഹ്യൂ, സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ് കൊണ്ടാണ് ഒരു കളർ ആവുന്നത്. ഇപ്പോൾ ഹ്യൂ എന്ന് പറഞ്ഞ ഒരു കളറിന് എത്ര ഒരു പച്ചയുണ്ട് എന്ന് പറയാം, ലൈക്ക് വേണമെങ്കിൽ. ഓക്കെ, അതിൻ്റെ ഒരു ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് ആ ഒരു വാക്ക് എനിക്ക് അറിഞ്ഞൂടെ മലയാളത്തിൽ. ഓക്കെ, അത് സാരമില്ല, അത് വിട്. ഞാൻ വേറൊരു സിമ്പിൾ ഇത് പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സിമ്പിൾ ആണ്. ഈ 3 പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഒരു കളറാകുന്നത്. ഇപ്പൊ ഞാൻ ഈ കളർ ചൂസ് ചെയ്യണം. ഓക്കെ, ഇത് ലൈബ്രറി ആണല്ലോ. ഇവിടെ പോകുമ്പോഴത്തേക്കും ഈ കളറിന്റെ ഇത് കണ്ടോ, ഹെക്സ് കോഡ് ഉണ്ട്. ഈ ഹെക്സ് കോഡ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ RGBയിലാക്കാം. ഈ RGBയിൽ കാണിക്കുന്നത് ഇതിൽ എത്ര റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ടെന്നാണ്. ഈ റെഡും ഗ്രീനും ബ്ലൂ മാറുന്നതിനനുസരിച്ച് ഈ കളർ മാറും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഇതിന്റെ ചെയ്തത് ബ്രൈറ്റ്നസ് കുറയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. ഇത് ശരിക്കും ഫോട്ടോഷോപ്പിൽ നമുക്ക് ഇത് വരുന്നത് ബ്രൈറ്റ്നസ്, ഹ്യൂ, സാച്ചുറേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇതില് അതല്ല വരുന്നത്, ഇതിൽ ഹെക്സ് കോഡൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റുവാണെങ്കിൽ, ഇത് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ ബ്രൈറ്റ്നസ് കുറയും. ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിലെത്ര ബ്ലാക്ക് ഉണ്ട് ഇല്ലെങ്കിൽ എത്ര വൈറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷറാണ് ബ്രൈറ്റ്നസ്. അതുപോലെ വേറെന്താ, സാച്ചുറേഷൻ അതിൽ എത്ര കളർ ഉണ്ട്, അതായത് ഇതിൽ എത്ര ഗ്രീൻ ഉണ്ടെന്നുള്ളതാണ് സാച്ചുറേഷൻ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒബ്വിയസ്ലി ഇത് കുറയ്ക്കുന്നതും കൂട്ടുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള എക്സസൈസസ് ലൈക്ക് അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകേണ്ടി വരും. ബട്ട് എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ആ ആർട്ടിക്കിൾ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് സ്പേസിംഗ് ആൻഡ് അലൈൻമെന്റ്. സ്പേസിങ്ങിലും അലൈൻമെന്റിലുമാണ് ശരിക്കും ഒരു വെബ്സൈറ്റിന്റെ ജീവൻ കിടക്കുന്നത്. ഇത് തെറ്റിയാൽ എല്ലാം തെറ്റി എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, ഈ സ്പേസിങ് കൊള്ളാത്ത. ഓക്കെ, ഞാൻ ആദ്യം ചെയ്ത എൻ്റെ വർക്ക് കാണിച്ചു തരാം. അതിൽ എന്തായാലും സ്പേസിങ്ങും അലൈൻമെന്റും ഒന്നും കൊള്ളത്തില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെ wait guys, yes, 1 year ago. ഇതെന്റെ പഴയ വർക്കാണ്. ഏറ്റവും ഞാൻ ആദ്യമായിട്ട് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോഴത്തേക്കും കൊടുത്ത വർക്കാണിത്. ഓ, ആക്ച്വലി ഇതെടുത്താൽ മതിയായിരുന്നു. ഇതെന്തൊരു വൃത്തികെട്ട സാധനമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായേനെ. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഭയങ്കര, ഞാനിതൊന്നും പഠിക്കാതെ വെറുതെ ചെയ്തതാണ് കേട്ടോ. ചുമ്മാ എനിക്ക് കാണും കൊള്ളാന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ഒരു സാധനമാണ് ഇത് കണ്ടോ. ഇത് ഭയങ്കര ഒരു ഓക്വേർഡ് പ്ലേസിങ് ആണ്. ഈ ഒരു ഐക്കൺ ഇവിടെ, ഈ ഒരു ഐക്കൺ ഇവിടെ, ഈ ഒരു ബട്ടൺ ഇവിടെ തന്നെ ഇതിന്റെ അലൈൻമെന്റ് തെറ്റി. പിന്നെ ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതി കണ്ടോ. ഇതെല്ലാം ഒരേപോലത്തെ എന്താ പറയുന്നത്, ഇൻഫോ ആണ് ശരിക്കും. ബട്ട് ഇത് അലൈൻ ചെയ്തേക്കുന്ന ഒരു രീതിയില്ല. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ശരിക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു ബോക്സ് ഇതൊരു ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ഇത് കണ്ടോ, ഇത് രണ്ടും അറ്റ്ലീസ്റ്റ് ഇത് ഓക്കെ ഇതൊരു സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചേക്കുവാന്ന് വിചാരിക്കാം.
ബട്ട് ഇത് രണ്ടും ഒരേപോലെ വരേണ്ട, ഒരേ ലൈനിൽ വരേണ്ട സാധനങ്ങൾ, എന്നാലേ ഇത് കാണാൻ വൃത്തിയാകത്തുള്ളൂ. ബട്ട് ഇത് രണ്ടും ഒരേ ലൈനിലാണ്. ബട്ട് ഇത് രണ്ടും ഒരേ ലൈനിലല്ല, ബട്ട് ഇത് വേറൊരു ലൈനിൽ, ഇത് അപ്പുറത്ത് മാറിയിട്ട് ഇതിന്റെ അലൈൻമെന്റ് ഫുള്ളി തെറ്റിക്കിടക്കുക. ബട്ട് ഇവിടെ ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലേ അതൊരു ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് ശരിക്കും കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടാവണം, എന്നാലേ അത് നമുക്ക് തോന്നത്തുള്ളൂ. അതുപോലെ അലൈൻമെന്റിന്റെ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റ് ഇപ്പൊ ഇതിലൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു സാധനം വലുതാക്കിയിരുന്നെങ്കിൽ ഉണ്ടോ, ഇങ്ങനെയാണ് വെച്ചേക്കുന്നെങ്കിൽ ഇത് അലൈൻമെന്റ് ഇഷ്യൂസ് ആണ്, ഇല്ലെങ്കിൽ ഒരു സൈസിങ് ഇഷ്യൂ ആണിത്. ഇവിടെ എന്തൊക്കെയോ കുറെ സാധനങ്ങളുള്ള പോലൊക്കെ തോന്നും. നമ്മള് ഓക്കെ, ഇതിനൊരു ഹൈറാർക്കി ഇല്ല, മനസ്സിലായില്ലേ? ഈ ബട്ടണിലാണ് നമ്മൾ ശരിക്കും ഫോക്കസ് കൊണ്ടുവരേണ്ടത്, ബട്ട് എന്റെ ഫോക്കസ് ഇങ്ങോട്ടായി പോകും. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ അലൈൻമെന്റ് ശരിയാക്കിയില്ലെങ്കിലേ വരും. ഓക്കെ, വേറെ ഇവിടെ അലൈൻമെന്റ് ഇഷ്യൂസ് ഉള്ളത് നോക്കാം ഉണ്ടോന്ന്. വാവ്, ഇത് കണ്ടോ, ഇതിവിടെ കൊണ്ടുപോയി ഇങ്ങനെ താഴെ വെച്ചേക്കുന്നു, ഇത്രയും വൈറ്റ് സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട്. ഇതെല്ലാം അലൈൻമെന്റ് ഇഷ്യൂസ് ആണ്, കാരണം ഇത്രയും വൈറ്റ് സ്പേസ് ഇവിടെ ആവശ്യമില്ല, ഒരു റീസണും ഇല്ല, മനസ്സിലായില്ലേ? സോ അതാണ് അലൈൻമെന്റ്. ഓക്കെ, അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർമെന്റ്സ് നോക്കണം. അതിന് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതിന് പറയുന്നതാണ് ഗ്രിഡ് സിസ്റ്റം. ഗ്രിഡ് സിസ്റ്റംസ് ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, അതിലേറ്റവും ഭയങ്കര എഫിഷ്യന്റ് ആണെന്ന് പറയപ്പെടുന്ന ഒരു സിസ്റ്റമാണ് 8-point ഗ്രിഡ് സിസ്റ്റം. 8-point ഗ്രിഡ് സിസ്റ്റം ഒന്നുമല്ല, അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ വാല്യൂസും ഒന്നില്ലെങ്കിൽ 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ ഇത് കണ്ടോ, ഈ വാല്യൂസ് ആയിരിക്കും വരുന്നത് 8, 12, 16, 24, 32. ആൻഡ് ഇതെല്ലാം ഇത് സൂം ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് ഇവിടെ കണ്ടോ, ഇത് കൊടുത്തിട്ടുണ്ട് 6, 8, 12, 16, 32 ഉള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഓരോത്തിന്റെ ഇടയിലുള്ളതും മെഷർ ചെയ്തിട്ടാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒബ്വിയസ്ലി ഇത്രയും ഡീറ്റെയിലിംഗ് നമ്മൾ കൊടുത്താലേ അത് ആ ഒരു എന്താ പറയുന്നത്, ഒരു പ്രോപ്പർ ഡിസൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്കം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് ലൈക്ക് റിലേറ്റീവ്ലി സിമ്പിൾ ആണ്. ലൈക്ക് ഇതിന് തിയറി ഭയങ്കര സിമ്പിൾ ആണ്, ബട്ട് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ നമ്മൾ കുറച്ച് നാള് പണിയെടുക്കേണ്ടി വരും, എന്നാലും നമുക്ക് കിട്ടത്തുള്ളൂ. ബട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അപ്പൊ തന്നെ നമ്മുടെ ഹൈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ ഇതിൽ നോക്ക്, ഇതിൽ വലിയ ചിത്രപ്പണികളോ അങ്ങനെ ഒന്നും ഇല്ല, ബട്ട് ഇത് കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും. ലൈക്ക് ഇത് ഓക്കെ, ഇത് പണി അറിയാവുന്ന ആരോ ചെയ്തേക്കുന്നതാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ, ഈ സ്പേസിംഗ് ആൻഡ് അലൈൻമെന്റ് എന്തായാലും നിങ്ങൾ പഠിക്കണം. വേറെ ഒന്നും പഠിച്ചില്ല, നിങ്ങൾ കളർ തിയറി പഠിച്ചില്ലെങ്കിലും സാരമില്ല, ബട്ട് ഇത് നിങ്ങൾ എന്തായാലും പോയി നോക്കണം. ഓക്കെ, UI കുറിച്ച് അത്യാവശ്യം ഞാൻ നിങ്ങൾക്ക് കുറെയൊക്കെ പറഞ്ഞു തന്നു എന്ന് തോന്നുന്നത്. UI വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രോഗ്രസീവ് ഡിസ്ക്ലോഷർ. ഓക്കെ, ഇതൊരു വാക്കാണ്, ഒരു കീവേഡ് ആണ്, എന്നാലും ബട്ട് നിങ്ങളിത് ഒന്നുമില്ല. പ്രോഗ്രസീവ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ അത് പേര് പറയുന്ന കണക്ക് പതുക്കെ നമ്മൾ ഒരു യൂസറിനെ കൊണ്ടുപോവുക ഒരു വെബ്സൈറ്റിൽ കൂടെ. ഇപ്പൊ സപ്പോസ് ഞാൻ അവരെ ഓൺബോർഡ് ചെയ്യണം. ഓൺബോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് അവർ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഓൺബോർഡിങ് എന്ന് പറയുന്നത്. ആ ഓൺബോർഡിങ് നമുക്ക് പേര് വാങ്ങിക്കണം, അതുപോലെ അവരുടെ മെയിൽ ID, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വാങ്ങണം. ബട്ട് അവരെ എല്ലാം കൂടെ കൊടുത്ത് അവരെ ഓവർലോഡ് ചെയ്യിപ്പിക്കരുത്. നമുക്ക് ഹോംവർക്ക് തരുന്ന കണക്ക്, അസൈൻമെന്റ് തരുന്ന കണക്കും, KTU ഇങ്ങനെ 2 ദിവസം മുമ്പ് എക്സാം എല്ലാം കൂടെ പറയുന്ന കണക്കൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ അവരെ കൊണ്ടുപോകണം. അതായത് ആദ്യം മെയിൽ ID ചോദിക്കുക, ഇല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ചോദിക്കുക. വളരെ സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ? അത് കൊടുക്കുന്നു, നമ്മൾ വരുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നമ്മുടെ യൂസറിനെ ആപ്പിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മളൊരു പോപ്പപ്പ് കൊടുക്കുകയാണ്, ഓക്കെ നിങ്ങൾ ഇനി ഈ ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്താലേ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഞാൻ ഓൾറെഡി ആപ്പിൽ യൂസറായി, എന്നാൽ പിന്നെ ഓക്കെ ഇതും കൂടെ കൊടുത്തേക്കാന്ന് പറഞ്ഞ് അവരതും കൊടുക്കും. അപ്പം നമ്മൾ പല സ്റ്റെപ്പായിട്ട് ആ പ്രോസസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യണം. അതാണ് UI ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഫിഗ്മയുടെ ഈ റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പോയി നോക്കിയാൽ കിട്ടും. നിങ്ങൾ ഇതൊന്നും ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി. ഇതും ഭയങ്കര ബേസിക് ലെവലിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ബട്ട് എന്നാലും ഇത് നിങ്ങൾ വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഒരു ആവറേജ് ബിഗിനറിനെ കാട്ടി
എന്തായാലും മേളിലാവും. ഓക്കെ, ഇപ്പൊ ഇതിൽ ഞാൻ കവർ ചെയ്യാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, സിംപ്ലിസിറ്റി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അരമണിക്കൂറും കൂടെ ഉള്ളൂ. ഓക്കെ, അത് പറഞ്ഞ് നമുക്ക് തീർക്കാം. ഇന്നത്തെ വർക്ക് യുഐന്റെ വർക്ക് ഒന്നുമില്ല. നിങ്ങളുടെ ഫേവറേറ്റ് ആപ്പ് എടുക്കുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റ് എടുക്കുക. അവിടുത്തെ ഒരു വെബ്സൈറ്റ് നിങ്ങൾ അവിടുത്തെ ഒരു സ്ക്രീൻ നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ഞാൻ പണ്ട് ഈ വർക്ക് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബിഹാൻസിലൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കര സംഭവമാണല്ലോ എന്ന്